സംസ്ഥാന സ്കൂൾ കലോത്സവം അവസാന ദിവസത്തിലേക്ക് എത്തുമ്പോൾ സ്വർണ്ണക്കപ്പിന് വേണ്ടി പോരാട്ടം. ജില്ലകൾ തമ്മിൽ ഇഞ്ചോടിഞ്ച് മത്സരമാണ്. നിലവിൽ ഒന്നാം സ്ഥാനത്ത് തുടരുന്ന കണ്ണൂരിനൊപ്പം എത്താൻ കോഴിക്കോടിന്റെ പോരാട്ടമാണ് ഇന്ന് കാണുന്നത്. ഇത്തവണ കലോത്സവം ഫോട്ടോ ഫിനിഷിലേക്കായിരിക്കും എത്തുക. നാടകം, മോണോ ആക്ട്, മിമിക്രി, ലളിതഗാനം, കഥാപ്രസംഗം ഉൾപ്പെടെയുള്ള മത്സരങ്ങൾ നടക്കുകയാണ്. കലോത്സവ നഗരിയിൽ നിന്ന് തത്സമയ വിവരങ്ങളുമായി സൈഫുദ്ദീൻ ചേരുന്നുണ്ട്. സൈഫുദ്ദീൻ, ഏറ്റവും പുതിയ പോയിന്റ് നില എങ്ങനെ? രേഷ്മ, തീർച്ചയായും 180 മത്സര ഇനങ്ങൾ ഇപ്പോൾ പൂർത്തിയായി കഴിഞ്ഞിരിക്കുന്നു. 234 മൊത്തം ഇനങ്ങളിൽ 180 മത്സരങ്ങളുടെ റിസൾട്ട് പുറത്തു വരുമ്പോൾ ഇപ്പോൾ നൽകാൻ കഴിയുന്ന പോയിന്റ് നില ഇപ്രകാരമാണ്. കണ്ണൂർ 738 പോയിന്റുമായി ഒന്നാം സ്ഥാനത്തുണ്ട്. 5 പോയിന്റിന്റെ മാത്രം വ്യത്യാസത്തിൽ കോഴിക്കോട് രണ്ടാം സ്ഥാനത്തുണ്ട്. 733 പോയിന്റുമായി കോഴിക്കോട് രണ്ടാം സ്ഥാനത്തുണ്ട്. പാലക്കാട് 729 പോയിന്റുമായി മൂന്നാം സ്ഥാനത്തും. നമ്മൾ എല്ലാ കാലവും എല്ലാ കലോത്സവങ്ങളിലും എല്ലാ സമയവും പറയാറുള്ളതാണ്, അവസാന ദിവസം വരെ പിറകിൽ 2ഓ 3ഓ സ്ഥാനങ്ങളിൽ നിൽക്കുന്ന കോഴിക്കോട് പതുക്കെ ഒരു ഫോട്ടോ ഫിനിഷിംഗ് രൂപത്തിലേക്ക് ഒന്നാം സ്ഥാനത്തേക്ക് കയറി വരുന്ന ചിത്രമാണ് എല്ലാ കലോത്സവങ്ങളിലും നമ്മൾ കാണാറുള്ളത്. അതിത്തവണയും ആവർത്തിക്കുമെന്നുള്ളതിൻ്റെ സൂചനകളാണ് നമുക്ക് പോയിന്റ് ടേബിളിൽ നിന്ന് ലഭ്യമാകുന്നത്. നേരത്തെ 2 ദിവസം മുൻപ്, അതായത് മേള തുടങ്ങി കലോത്സവം തുടങ്ങി 2ാം ദിവസമൊക്കെ 5ാം സ്ഥാനത്തായിരുന്നു കോഴിക്കോട്. പതുക്കെ കയറി വരുന്നു. ഇപ്പോൾ വെറും 5 പോയിന്റിന്റെ മാത്രം വ്യത്യാസത്തിൽ 2ാം സ്ഥാനത്തുണ്ട്. കണ്ണൂർ പക്ഷേ നിലവിൽ ഇന്നലെ തുടങ്ങിയ ഒരു 1ാം സ്ഥാനത്തുള്ള കുതിപ്പാണ്. കണ്ണൂർ ഇപ്പോഴും മുന്നിലുണ്ട്. പക്ഷെ വലിയ ഭീഷണി ഉയർത്തിക്കൊണ്ട് കോഴിക്കോട് 2ാം സ്ഥാനത്തുണ്ട്. കോഴിക്കോടിന് ഇനി 1ാം സ്ഥാനത്തേക്ക് എത്താൻ പാകത്തിലുള്ള ഒട്ടനവധി ഐറ്റങ്ങൾ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നു. അതിൻ്റെ റിസൾട്ടുകൾ വരാനുണ്ട്. ഇന്ന് ഉച്ചയ്ക്ക് ശേഷം നടന്നുകൊണ്ടിരിക്കുന്ന കൂടുതൽ മത്സരങ്ങളിലും കോഴിക്കോട് വലിയ സാധ്യതയുള്ള ഐറ്റങ്ങൾ കൂടിയാണ്. അതുകൊണ്ട് കോഴിക്കോട് വലിയ പ്രതീക്ഷകൾ ഈ ഘട്ടത്തിലും പങ്കുവെക്കുന്നുണ്ട് എന്നുള്ളതാണ്. ഇപ്പോൾ ഞാനുള്ളത് വേദി 8 ക്രിസ്തുരാജ് ഓഡിറ്റോറിയം വേദി 8 വി സാംബശിവൻ സ്മൃതി ഹാളിൽ കഥാപ്രസംഗം നടന്നുകൊണ്ടിരിക്കുന്നു. ഹയർ സെക്കൻഡറി സ്കൂൾ കഥാപ്രസംഗമാണ്. വി സാംബശിവൻ എന്ന് പറഞ്ഞാൽ കഥാപ്രസംഗത്തിൻ്റെ ആചാര്യനാണ്. അദ്ദേഹത്തിൻ്റെ സ്മൃതി ഉറങ്ങുന്ന ഈ വേദിയിൽ സ്വാഭാവികമായും വലിയ ആൾക്കൂട്ടം, അതായത് കഥാപ്രസംഗ വേദിയിൽ നിന്ന് മികവാർന്ന ഒരു പ്രകടനം പ്രതീക്ഷിച്ചുകൊണ്ടാവണം വലിയൊരു ആൾക്കൂട്ടം, കാണികളുടെ വലിയൊരു സഞ്ചയം ഇവിടെ തടിച്ചുകൂടി നിൽപ്പുണ്ട്. ആ അർത്ഥത്തിൽ, അതായത് വലിയ നിലവാരം പുലർത്തുന്ന ഒരു പ്രകടനം തന്നെയാണ് ഇവിടെ കഥാപ്രസംഗ മത്സരത്തിൽ പങ്കെടുക്കുന്ന മത്സരാർത്ഥികളിൽ നിന്ന് കാണാൻ കഴിയുന്നതും. ഗംഭീരമായൊരു മത്സരം നടന്നുകൊണ്ടിരിക്കുന്നു. വലിയ ടൈറ്റായിട്ടുള്ള ഒരു കോമ്പറ്റീഷൻ നടന്നുകൊണ്ടിരിക്കുന്നു എന്ന് തന്നെ ഈ ഘട്ടത്തിൽ പറയേണ്ടി വരും. എന്തായാലും ഈ സമയം വേദി 1-ൽ സംഘനൃത്തം നടന്നുകൊണ്ടിരിക്കുന്നു. ഹൈസ്കൂൾ വിഭാഗത്തിൻ്റെ സംഘനൃത്തം. വേദി 2-ൽ ഇപ്പോൾ ഹൈസ്കൂൾ വിഭാഗം നാടകം പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നു. വേദി 3-ൽ ഹയർ സെക്കൻഡറി സ്കൂളിൻ്റെ നാടോടി നൃത്തം പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നു. വേദി 5-ലേക്ക് പോയാൽ കോൽക്കളി, ഹയർ സെക്കൻഡറി സ്കൂളിൻ്റെ കോൽക്കളി പുരോഗമിക്കുന്നു. വേദി 6-ൽ ഹയർ സെക്കൻഡറി സ്കൂൾ വിഭാഗത്തിൻ്റെ വട്ടപ്പാട്ട് മത്സരം പുരോഗമിക്കുന്നു. അങ്ങനെ ജനങ്ങൾക്ക് ഇഷ്ടമുള്ള കാഴ്ചക്കാർ ഏറെ ഉണ്ടാകുന്ന ഐറ്റങ്ങളെല്ലാം, ഗ്ലാമർ ഐറ്റങ്ങളെല്ലാം ഈ സമയവും നിറഞ്ഞ സദസ്സിൽ നടന്നുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ്. നമ്മൾ നേരത്തെയൊക്കെ സൂചിപ്പിച്ചതുപോലെ ഞായറാഴ്ചയാണ്, ഏറെക്കുറെ അവസാനത്തെ ദിവസമാണ് ഇന്ന് കലോത്സവത്തിൽ. കാരണം നാളെ പക്ഷേ 10 ഐറ്റങ്ങൾ മാത്രമേ ഉള്ളൂ. ഇന്നാണ് 52 ഐറ്റങ്ങൾ വേദിയിലേറുന്നത്. അതുകൊണ്ട് ഇന്ന് ഏറെക്കുറെ അവസാന ദിവസമാണെന്ന് ആളുകൾക്കറിയാം. ഒപ്പം ഇന്ന് അവധി ദിനം കൂടിയാണ്. ആളുകൾ എന്തായാലും ഓരോ വേദികളിലേക്കും ഒഴുകുമെന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. നട്ടുച്ചയാണ്, നല്ല ചൂടുണ്ട്. പക്ഷേ ആശ്രാമ മൈതാനിയിൽ നിന്ന് ഇപ്പോൾ ഞങ്ങൾ ഇങ്ങോട്ട് വന്നതേ ഉള്ളൂ. ആശ്രമ മൈതാനിയിൽ നട്ടുച്ച സമയത്ത് പോലും വലിയ ആളുകൾ തടിച്ചുകൂടി നിൽപ്പുണ്ട്. അത് വൈകുന്നേരമാകുമ്പോഴേക്കും, സായാഹ്നമാകുമ്പോഴേക്കും നിന്ന് തിരിയാനിടമില്ലാത്ത രീതിയിൽ ആശ്രമ മൈതാനം മാറും എന്നുള്ള കാര്യത്തിലും തർക്കമില്ല. രേഷ്മ, സൈഫുദ്ദീനാണ് വിവരങ്ങൾ നൽകിയത്. കലോത്സവ നഗരിയിലേക്ക് ജനങ്ങളുടെ ഒഴുക്കാണ്. മത്സരങ്ങൾ വിവിധ വേദികളിൽ പുരോഗമിക്കുകയാണ്.